ഹലോ ഗൈസ്, സ്നോഫ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഐസ്ക്രീം 5 ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം 2 ആഴ്ച പിടിച്ചാൽ മതി. ഇതോടെ നമ്മൾ പിറ്റേസ് ഇങ്ങനെ കിട്ടുന്ന കാരണമാണ് പക്ഷേ 2 ആഴ്ച പിടിച്ചത്. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ ബിസി ആയിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ ഐസ്ക്രീം 5 ഫ്രണ്ട്സ് അതിൻ്റെ പേര്. അപ്പോൾ 4ൻ്റെ പേരുണ്ട് ഐസ്ക്രീം 4 ഫ്രണ്ട്സ് തന്നെയാണ് അറിയാം. ഇതിൻ്റെ പേര് ഐസ്ക്രീം 5 ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ചേച്ചികളെന്തരോ. അപ്പോൾ ഇതിലെന്താ കഥ അറിയില്ല. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. കളിയൊക്കെ ഉണ്ട്. ഇതിൽ ഈസി മോഡൽ നമ്മൾ തിരഞ്ഞെടുക്കാം. ഇപ്പം എന്താ സംഭവം, എന്തോ ഒരു കഥ അല്ലോ. ജനുവരി 1983 തടിച്ച ബന്നീന്ന് എസ്കേപ്പ് ആയിന പൈപ്പൂർകാരൻ വരുന്നുണ്ട്. ജയ പൈപ്പ് ചാടിയാ സൗണ്ട് ആയിട്ട് ജയനൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ മൈക്കാടാ മാറിപ്പോടാ, സൗണ്ട് കയറിപ്പോയി. മൈക്കിൻ്റെ ഓളിലെന്ന് മൈക്കിൻ്റെ സൗണ്ട് എത്ര ജയൻ്റെ മാതിരി. മൈക്ക് തടിയാനായിട്ടാ, മൈക്കಲ್ಲಿ മെലിഞ്ഞുള്ള ഒരാളായിരുന്നു. എടാ ഇതെന്ത് സംഭവടാ, ഈ ഇതെന്താ പറയുക, സെൻസിറ്റി ഇച്ചിരി കൂടുതലല്ലോ. പുള്ളി കുറക്കാം. ഇതായില്ലേ ഇതെന്ത് സ്വിച്ചുകളൊക്കെ പറ്റുമോ, പൈപ്പ് കയറിക്കാൻ പറ്റുമോ? അവിടെ വരുമ്പോൾ നേരെ ക്ലോക്ക് നല്ലത്. എന്തോ ഈ കുഴി നമ്മൾ വന്ന് ഇതെന്താ ആട് ഒളിച്ച് അപ്പോൾ റോഡ് ഇങ്ങോട്ടും വരും. അപ്പോൾ അതെന്താ കഥ നമുക്കറിയില്ല. നമുക്ക് ഇവിടെ പൈപ്പുകളൊന്നും ഇരിക്കാമല്ലോ, വെറുതെ ഉണ്ട്. എന്താ ഇവിടെ കൺട്രോൾ റൂം എന്ന് പറഞ്ഞാൽ മറ്റേ ജയക്കട റൂമല്ല, റൂമിൽ ലോക്ക് ഇവിടെ എന്താ മെഷീൻ ഉണ്ടല്ലോ. എന്താ വാൾ ബ്ലോക്ക്ഡ് അൺലോക്ക് 3 പീസ് പ്ലേസ്. ഈ 3 വാള് കണ്ട ബ്ലോക്ക് ആയിരുന്ന പോക്കൊക്കെ വന്നിരുന്നു. വാളല്ല, അത് വാൾവ്. അപ്പോൾ ഇതിനെന്തോ ഈ വാൾവ് മിസ്സിങ് ആണെന്നാണ് പറയുന്നത്. പച്ച വാൾവുണ്ട്, നീല വാൾവുണ്ട്, ചുവപ്പ് വാൾവുണ്ട്. ഇതൊക്കെ എവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അത് അതേക്കും ചിലപ്പോൾ മെയിൻ കഥ ഇതിൻ്റെ. ആ റോബോട്ടിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടർക്ക്. ഇവിടെ എന്താ പോകണ്ടല്ലോ, ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ സ്റ്റീമാണ് എന്താ സംഭവം. ഇവിടെ ഒരു വെൻ്റുണ്ട്. ഈ വെൻ്റിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് നമ്മളവിടെ എത്തി. നമുക്ക് സ്ഥലം ഫുള്ളൊന്ന് ചെക്ക് ചെയ്യാം, എന്തൊക്കെ ഉണ്ടാവും. മിക്കവാറും അവിടെ ഡോല പറഞ്ഞില്ല ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുന്നു. അവിടെ ഡിസ്ചാർജ്ഡ് ബാറ്ററിയാ. ഇതെന്തിനാ ഈ ബാറ്ററിയൊക്കെ? ഇവിടെ ഇതെന്തമ്പോ 2 കാലുണ്ടല്ലോ. മെറ്റൽ വടി. അവിടെ 2 ഐറ്റം കിട്ടി. അപ്പോൾ തിരഞ്ഞത് നന്നായില്ലേ. ഇനി ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടാ? ഇവിടെ നമ്മളിട്ടാ അവിടെ നിന്ന് ഇവിടെ നമ്മളിപ്പോൾ ഈ സ്ഥലം ഫുള്ളും ചെക്ക് ചെയ്തില്ലേ. ഈ സ്ഥലം ഫുള്ളും ചെക്ക് ചെയ്ത് തോന്നുന്നുണ്ട്. നമുക്ക് അതൊന്നും കയറിയേക്കാം, ലാഡറൊന്നും കയറിയേക്കാം. നമ്മൾ റോഡിൻ്റെ ഫാക്ടറി തന്നെ കേട്ടാ. വേറെ കൊണ്ട് പോയതൊന്ന് ഫ്രിഡ്ജിന് ചെയ്യലിട്ടാ. എന്തോ ഒരു ബൾബ്. അത്ര നീലവാള് വന്നിരിക്കേണ്ടത്. റീച്ച് ഫ്രം ഹിയറാണ് മാറി. അവിടെ എന്താ മെറ്റൽ ബാറുണ്ട്. ഇവിടെ മെറ്റൽ ബാറുണ്ട്. ഇതെന്താ ഇലക്ട്രോൺ മാഗ്നറ്റ് ഈസ് റെഡി ആയാ. ഈ ബട്ടൺ നോക്കിയാൽ ഇലക്ട്രോൺ മാഗ്നറ്റ് റെഡി ആവുന്നതാണ് എന്താ പറയണ്ടത്. അപ്പോൾ ഇവിടെ മെറ്റൽ ബാർ വെച്ചാൽ ഇലക്ട്രോണിക് മാഗ്നറ്റ് റെഡി ആവുക.
ഇതിപ്പോൾ നല്ല ഡ്രോപ്പ് ചെയ്യണടാ. ഈ ഡിസ്ചാർജ് ബാറ്ററി എവിടെയെങ്കിലും വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്താൽ മതിയില്ലേ? ഇതൊക്കെ എന്തോ ഇതുണ്ടല്ലോ. ഞാൻ ഇപ്പോൾ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം, കാരണം റോഡ് വരെ നമുക്ക് ഒരു സാധനം കിട്ടിയത് ആവശ്യം വരുന്നത്. ഇവിടെ എന്താ മൈക്രോവേവ് ഓവനാ? ഓവനാ? ഈ ഓവനൊക്കെ എന്തിനാവോ? അവിടെ ഒരു ഡോറുണ്ടാ? ബാത്റൂം അത് ഇവിടെ ഒരു മണ്ണാങ്കട് ഉണ്ടാകാൻ പോണില്ല. ഇത് വെറുതെ ആണ് ഈ ബാത്റൂം. ഈ മുകളിലൊക്കെ ബാത്റൂം വെറുതെ കൊടുക്കും. ഇതിന് മുകളിലേക്ക് ഇതൊരു ലോങ് ഗെയിം ആവുമെന്ന് തോന്നുന്നത്. എന്താ ഇലക്ട്രോണിക് ബോൾട്ട്? അവിടെ ഫുൾ ഇലക്ട്രോണിക് അല്ല ഇവിടെ. എന്താ പീസ് ഓഫ് വുഡാ? പീസ് ഓഫ് വുഡ് ഇവിടെ എന്താ ബ്ലൂ പ്രിൻ്റാ? അവിടെ മറ്റേ വിജയ് നമ്പർ നമ്മൾ ഇതിൻ്റെ അടിക്ക് പോകും. അപ്പം ടടടട കൂടി ഇങ്ങനെ പൈപ്പൊക്കെ പോകും. അവിടെ അതെന്താ? എന്താ മൈക്രോവേവ് ഗണ്ണ്? മൈക്രോവേവ് ഗണ്ണ്? മൈക്രോവേവാ? മൈക്രോവേവ് തന്നെ അവിടെ ഇരിക്കണ്. ആ മൈക്രോവേവ് ഗൺ. മൈക്രോ ദാറ്റ്സ് ബാറ്ററി എംറ്റി. ഈ റോഡ് വരും. ഇവിടെ എന്താ എഴുതിക്കണ്? ചാർജ് ഡി. അവിടെ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ. ഈ ബാറ്ററി എവിടെ ചാർജ് ചെയ്യുക? ഇവിടുന്ന്. അവിടെ എന്താ ബാറ്ററി ചാർജർ? ബാറ്ററി ചാർജ് ഇപ്പം ചാർജിൽ ബാറ്ററി. എടാ റോഡ് വരുടാ, അതിൻ്റെ ആ പേര് മാത്രം ഉള്ളൂ. അയ്യോ ചാർജ് കുറവല്ലേ. ആ പാർട്ട് 3 പാർട്ട്. ഇനി എന്താ? ദീസ് ആർ ദ പ്ലാൻസ് ഓഫ് മേക്കിംഗ് എൻ മൈക്രോവേവ് ഗൺ. ദർ ഈസ് സ്റ്റിൽ മിസ്സിങ്. അവിടെ ഈ വുഡ് പീസ് ഇതിൽ വെക്കാം. ആടാ വുഡ് പീസ് വെക്കാനുള്ളൂ, കാരണം അവിടെ ഇതുണ്ട്. അവിടെ റോഡ് വാഴ വാഴേ. അടുത്ത് ഗോസ്റ്റ് മോഡാ. വാഴിനെ കണ്ടൊന്നും ചെയ്തില്ല. അല്ല ഗോസ്റ്റ് മോഡാവില്ല, കാരണം കണ്ടാ വാഴ ഒന്ന് ചെയ്യണം. നമ്മൾ പേടിക്കാൻ വാഴ ആയിക്കോടിക്ക് ഒന്ന് കറങ്ങി വരുമ്പോൾ ഈ ജീവി ഒരു പരട്ടയാടാ. ഈ ജീവിന് എന്തിനാണ് അവിടെ ഈ ഗെയിമിൽ കൊടുത്തത്? ആ അതും വെച്ചടാ പരട്ടം കണ്ട. എടാ മൈക്രോവേവ് എന്തായാലും നിർബന്ധമാണ്, കാരണം മൈക്രോവേവ് കൊണ്ട് തന്നെ പറയുന്നത്. അപ്പോൾ മൈക്രോവേവ് എന്താവില്ല. മൈക്രോവേവ് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ എന്താ നോക്കി മിസ്റ്ററാണ്. ഇതൊരു മിസ്റ്ററാണ്. അതെന്താ പറയുക, നമ്മളെ ഐസ്ക്രീം 4-ലുണ്ടായിന് സംഭവം. മിസ്റ്റർ ഇതെന്താ മാഷ്മല്ലേ? ഇവിടെ എന്തെങ്കിലുണ്ടോ? ആക്റ്റീവ് വേസ്റ്റ് സിസ്റ്റം വേസ്റ്റ് സിസ്റ്റാ എന്താകുമ്പോ ഓണാക്കിട. നമുക്ക് മൈക്രോവേവ് ഇപ്പം എന്താ ചെയ്യുക? മൈക്രോവേവ് അതിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? മൈക്രോവേവ് ഓവൻ. ഇനി മൈക്രോവേവിൻ്റെ ഏതെങ്കിലും പാർട്സ് എടുക്കേണ്ടി വരുമോ? ആടാ മെറ്റീരിയൽ മൈക്രോവേവ് നിലത്ത്. ആടാ മൈക്രോവേവ് പൊളിഞ്ഞതെന്താ? ട്രാൻസ്ഫോമറാ? ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ മൈക്രോവേവ് റെഡി. ഇതൊക്കെ ഒന്ന് റോഡ് കിട്ടി കൊടുത്താലോ? 2 ഉണ്ടുണ്ട്, ഒരു ഉണ്ടെങ്കിൽ ആവശ്യം വരും. ആടാ 60 സെക്കൻഡ് റോഡിൻ്റെ പണി കഴിഞ്ഞ്. പെട്രോ ഗൺ. അവിടെ പൈസ വെക്കണ. ആടാ ഇത് വർക്കാണല്ലേ? സത്യം പ്രതിക്ക് അറിയില്ല ഗൈസ്. റോഡിൻ്റെ ബോധം പോയി. ഞാനൊന്ന് പരീക്ഷ നോക്കിയാലോ നോക്കിയതാ. ഇത് റിമോട്ടാണെന്ന് ഞാൻ വിചാരിച്ചു. എന്താ മെമ്മറീസ് പറഞ്ഞാൽ മാറ്റാൻ പോകും. ഇവരുടെ ഓർമ്മ. അവിടുത്തെ റോഡ് ഫാക്ടറി അല്ലേ?
എനിക്കൊന്നും ഇത് കാണാൻ ഇതൊന്നും മാഷ്മല്ല വെറുതെ കാണുന്നു. പക്ഷെ അതൊക്കെ കണ്ടാൽ ഇതിൻ്റെ സ്റ്റോറി മനസ്സിലാവുള്ളൂ. ഐസ് ക്യൂബാ ആടാ, ഐസ് ക്യൂബിൽ എന്തുണ്ട് ആടാ? പച്ചവാൾവ് ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ? പക്ഷെ ഐസ് അതിനെ പൊട്ടിക്കും ആടാ. അതേമാതിരി എഴുതി പൊട്ടിക്കാനായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഇട്ടു പൊട്ടു. എവിടെ കെട്ട നമ്മള്? അവിടെ ഇതിൻ്റെ ഉള്ളിൽ ഗ്ലിച്ചായില്ലല്ലോ. അവിടെ പൊട്ടിയടാ. നമുക്ക് എടാ പുകയിട്ട് അലിയിപ്പിക്കാൻ പറ്റിയത്. പുക വിടറാ. നമ്മൾ ഡേഞ്ചർ അറിഞ്ഞൊരു പുകയേ. ഇത് ഈ പുക അറിയില്ലട്ടാ, ചിലപ്പേ ആവുള്ളൂ. ഓ അത് അങ്ങോട്ട് പോടാ. എടുക്കടാ. എടാ അലിയുണ്ടോണ്ടാ. ചെറുതാവുണ്ട് ചുങ്ങണ്. എടുക്കാൻ പറ്റില്ല ഉണ്ട്. കാരണം ആ പുക എടുക്കാൻ തന്നെയാണാ. നമുക്ക് ആ മെറ്റൽ ബാർ എടുക്കുക. ആ മെറ്റൽ ബാർ എടുത്താൽ മറ്റേ വാൾവ് കിട്ടും. അപ്പം കളി ജയിച്ചാ 2 വാൾവ് കിട്ടി നമുക്ക് ഓൾറെഡി. അപ്പോൾ 2 വാൾവ് കിട്ടിയ സ്ഥിതിക്ക് ഒരു വാൾവ് എവിടെ ആയിരിക്കും? ഈസി ആയിട്ടുള്ള ഗെയിം. ഇതെന്താ ഇത്ര ഈസി ആയത്? ഞാൻ വെച്ച് ഭയങ്കര ടഫാവുന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ഭയങ്കര ഈസി ആയിപ്പോയി. നമ്മളിനി ഇതിവിടെ അങ്ങനെ വെക്കും. നമ്മൾ പെട്ടെന്ന് വെക്കും. നക്കടാ അല്ലേ? ഇനി എന്താ വേണ്ടി ഇതിന്? അവിടെ സംതിങ് ഈസ് മിസ്സിങ്. എന്തെങ്കിലും ഇതിന് വേണ്ടി ഇനി എന്തതിന് ആവശ്യമുള്ളത്? നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യാൻ നീളാ ചെയ്യാൻ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും നീയേ ഈ ഗെയിമിൽ. ഇവിടെ ഈ ഗെയിമിൽ ഒന്നും ഇടഞ്ഞി ചെയ്യാൻ ബാക്കി. വാഴ ഇടുന്ന കണ്ടു. മോളിന്ന് വാഴൻ്റെ ബോധം വന്നത്. ഇവിടൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. മാഗ്നറ്റിക് മെഷീൻ്റെ വരുന്ന ആടാ ഒരു വാഴജീവി. ഗൈസ് ഇവിടെ നമുക്ക് റെഡ് വാൾവും കിട്ടി. അപ്പോൾ 2 വാൾവ് നമുക്ക് ഓൾറെഡി കിട്ടി. പക്ഷേ ആ വാൾവ് ഇനി എങ്ങനെ കിട്ടും വിചാരിച്ചിരിക്കുക. ഈ വാൾവ് ഇനി അവിടെ കൊണ്ടുപോയിടാം. എന്നിട്ട് അവിടുത്തെ അത് റെഡിയാക്കണം നമ്മൾ. ആ പോക്ക പോകണ്ട എൻജിൻ റൂം. അടുത്ത് എൻജിൻ റൂം ആടാ. ഞാൻ വഴി കാണുന്ന പഠിച്ചാ ഈസിയായിട്ട് ഇവിടെ എത്തി. ഇനി ബാക്കി 3 പീസ് കിട്ടാലും റെഡി ആവുള്ളൂ. നമുക്ക് മറ്റേ അലിഞ്ഞു നോക്കാം. മറ്റേ അലിഞ്ഞിട്ടുണ്ടാവണം. എടുക്കാൻ പറ്റുമോ? ഇവിടെ ഒന്നല്ല, നമുക്ക് ഇതിൽ കൂടി ഒന്നുണ്ട് സ്ഥലം. അറിയാം നമുക്ക് ഇതിൽ കൂടി പോയിട്ട് ഇവിടെ എടുക്കാൻ പറ്റുമോ? പറ്റൂടാ. ഇവിടെ എന്താ ഡോറ്? ഇവിടെ മറ്റേ മീറ്ററൊക്കെ എടുത്ത എന്താ നോക്കണ്ട? അതെന്താ കോഡ് ജയനെ വിളിക്കാൻ പറ്റുമോ? ഞാൻ ജയ ഒക്കെ ഉണ്ട്. എടാ ഞാൻ ജയ ആയിട്ട് കളിക്കണ ഇവനായിട്ട് എന്ത് മണ്ണാൻ കട്ട ഇലക്ട്രോണിക് ഉണ്ടോ അവൻ്റെയൊക്കെ? അല്ല പിന്നെ എത്തി ഇനി എന്ത് മണ്ണാകട്ട കളിക്കുന്നത്? ഇവൻ്റെ നമ്മളെന്താ ചെയ്യേണ്ടി? ഇവിടെ ഡോറൊക്കെ കൂട്ടിച്ചല്ലോ. അവൻ ഇവൻ്റെ ഒന്നും ചെയ്യാ. പക്ഷേ ഈ ഗെയിമിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഞാൻ പോയി. ഇതെന്താ ഐസ് ഡബ്? ആടെ സൗണ്ട് ഇട്ടാ ജീവി ഇങ്ങോട്ട് വരണ. ഞാൻ പോട്ടെ. ഈ ഐസ് ഡബ് എന്ന് പറഞ്ഞ സാധനം കിട്ടി നമുക്ക്. നമ്മളിവിടെ എത്തി. ഇതെന്താ ക്ലൈംബ്? അവിടെ ഞാൻ ഇതിൽ കയറി. ഇക്കെന്ത്
ഈ വേസ്റ്റ് ചാക്ക് എന്തിനാ? അവിടെ എന്താ മെമ്മറി ഉണ്ടായിരുന്നിട്ടാ? ഇപ്പം 30 ഈ വേസ്റ്റ് ചാക്കത്ത് അവിടെ ഒരു വീടുണ്ടല്ലോ. ആടാ അവിടെ ചില്ല് പൊട്ടി അല്ലടാ. അവള് വൃത്തിയാക്കും. അത് നമ്മളിനി ഇങ്ങനെ ഈ ഒബ്സ്റ്റിക്കിളും തട്ടാതെ ഓനെ സേഫായി എത്തിക്കണം എന്നാ പറയണേ. അപ്പോൾ അവളിങ്ങനെ സഹായം ചെയ്യല്ലേ, ഓനെ സേഫായി അല്ലേ എത്തിക്കുന്നത്. അവിടെ ഇവിടെ ഫുൾ ഒബ്സ്റ്റിക്കിളല്ലോ. ആ ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആ പൈപ്പിന് കൊടുക്കണേ, ലൈറ്റിന് കൊടുക്കണേ കൊണ്ടുപോകുന്നത്. അതെന്തിനാ കൊണ്ടുപോകണേ? ഇതെന്ത് ഗെയിമത്? അതെന്ത് ഗെയിമല്ല, ഇതെന്ത് ചോദിക്കും മിഷൻ. നമ്മളിങ്ങനെ ഈ ഇവരെ ഈ ഒബ്സ്റ്റിക്കിൾസിൻ്റെ മേത്ത് തട്ടാതെ കൊണ്ടുപോകണം ഇവനെ. അടിവെന്താ ക്ലീനറാട്ടോ. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടി വരും? ഇതെന്താ നമ്മൾ ചെയ്യണം എന്തിനാ? അത് അതൊക്കെ വൃത്തിയാക്കി വരുള്ളൂ. നമ്മളിനി അവിടെ കൊണ്ട് കൊണ്ടുവരാനില്ല. ഇനി ഇവിടുക്കണോ കൊണ്ടുവരില്ല. നമ്മൾ ഈ ഫാനിൻ്റെ കൊണ്ടുണ്ടാ ഫാൻ എടുക്കുമ്പോൾ ഈ ഫാൻ ഇട്ട് പോകാനില്ലല്ലോ. ഇവിടേക്ക് വിടണ എടാ അതിനെ അരച്ച് കളഞ്ഞ. അരച്ചിലൊക്കെ എന്താ കിട്ടിയത്? എന്താ നമ്മൾ മുട്ട, നീലമുട്ട. എന്താ നീല കളറിലെ മുട്ട? അവിടെ എന്താ ഡാമാ? അത് നീല കളറിലെ മുട്ട ഇട്ടാ. ഇപ്പോഴും അവിടെ എത്തി. അവിടെ കുട്ടികളോട് അവിടെ ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മളേക്ക് ഈ ഐസ്ക്രീം ഡബ്ബ് ഇപ്പോഴും ഉണ്ട് കേട്ടാ. ഇവിടെ നിന്ന് വേസ്റ്റ് കട്ടുന്ന സ്ഥലമാണ്. അവിടെ റോഡാ. ഇത് വേറൊരു കൂട്ടി റോഡാ. അയ്യോ റോഡ് തലമുറക്കെന്ന് പറഞ്ഞു കിട്ടി. ഇവിടെ എന്താ പോലല്ലോ. ഇവിടെ നമ്മൾ ഓയിലെടുത്താ എന്തിനാ? ഇവിടെ ഒരു പരട്ട ജീവിയാടാ. അവിടെ ഈ റോഡ് ചീറ്റിങ് കളിക്കും. റോഡ് ചെയ്ത് കച്ചറിനെ കൊടുക്കുക വരുന്നേ നമുക്ക് വരാട്ടി. എടാ നമ്മൾ ഹാക്ക് എനിക്കറിയത് കാര്യം പറഞ്ഞാൽ ഈ ഓയിലിൻ്റെ സാധനം എന്തിനാ നമുക്ക് ദൂരം വിട്ടുക? ഇത് ഓയിൽ ലീക്കായി പോകുന്നത്. അവിടെ ജീവി റോഡാണ് അവിടെ എത്തി. ഇവിടെ റോഡുണ്ട് അവിടെ ഉറപ്പാ. നമുക്ക് റോഡിൽ ഇങ്ങനെ കണ്ട അത്ര റോഡിൻ്റെ പണി കഴിഞ്ഞു. ഇവിടെ മരിച്ചില്ലേ? മരിച്ചിരുന്നിയാ. ഇവിടെ തന്നെ നമ്മൾ വന്ന് എടാ എന്താ ഡോർ ഹാൻഡില് ഇവിടെ കോണി കയറ്റി പോകാൻ നീയല്ലോ. അവിടെ ആ വെൻ്റ് ഇത് ക്ലോസ് ആണ്. ഇതിനുള്ളിൽ എന്താടാ? ഇതിനുള്ളിൽ വേറെന്താ പോണ്ടല്ലോ. ഇതിനുള്ളിൽ ഗെയിം ഗ്ലിച്ചായി. റോഡാ വികലാംഗനാണ്. അത്താലേക്ക് എന്തൊരു നമ്മളെ ഈ പേപ്പർ എടുത്ത് തരുന്ന പോലും അവൻ്റെ ബോധം പോണതാണ്. വെയ്യട പനി വെയ്യാത്താണ്. അല്ല നമ്മളെന്താ ഇങ്ങോട്ടെന്ന് അതെന്താ ട്രാവൽ ത്രൂ ദ പൈപ്പ്. ട്രാവൽ ചെയ്യാൻ നമ്മൾ ടൂർ പോകും. അവിടെ ഇതുകൊണ്ട് കഴിഞ്ഞാൽ മൈക്കിൻ്റെ അടുത്ത് എത്തുന്നതാണ് വിചാരിച്ചത്. മൈക്കിൻ്റെ അടുത്തല്ല, നമ്മൾ ഇതിൽ കൂടി പോയിട്ട് നമ്മൾ ഇവിടേക്ക് വീണ് ഇവിടെ എന്താ ഗ്യാപ്പാ.
ഈ ജീവിയാ ഒരു വൃത്തികെട്ട ജീവി, ശല്യം ജീവിയാണ്. അതെന്താ അവിടെ ഡോറാനിലൂടെ വെക്കുക? എന്താ റെസ്റ്റ്, വെരി റെസ്റ്റ്, തുരുമ്പിടിച്ചാൽ. അപ്പം അതിന് ഓയിൽ ആടാ അതിന് ഓയില വേണ്ടി ഉറപ്പാ. ഈ ഡോർ ഉറക്കാനില്ലല്ലോ. ആടാ നമ്മളിവിടെ എത്തി. അവിടെ റോഡ്, അവിടെ എന്ത് പരിപാടി? റോഡ് ഇവിടെ വെച്ച് കൊടുത്തിട്ട് പോയി. എന്തിനാ എനിക്കവിടെ റോഡെന്തോ ജീവിൻ്റെ മുട്ടായിട്ട് സംഭവമുണ്ട്. എന്ത് റോഡിക്ക് കോണിയും കയറാൻ റോഡൊരു പാവ. റോഡിക്ക് വയ്യാത്ത റോഡാണ്. നമുക്ക് ഈ മുട്ടത്ത് കൂടുതൽ തലേറിന് കൊടുക്കുക. അവിടെ ആ മിനി റോഡ് നോസാണെങ്കിൽ മൂക്കാണ്. മൂക്കല്ല എൻ്റെ ബോധം പോകണം. മിനി റോഡ് നോസ് എന്നൊക്കെ പറയുന്നു. അറിയാതെ എവിടെ വെച്ചടാ? അത് അവിടെ വെക്കണം എന്നാ പറയണേ. അവിടെ എന്ത് വെക്കണം? നമുക്ക് ആ ഓയിലെടുത്ത് വെക്കണം. കൊണ്ടുവരണ്ടാ, ഓയിലുണ്ട് കൊണ്ടുവരണം. നമ്മൾ എല്ലാ സ്ഥലത്തേക്കും പോയല്ലോ. അവിടെ റോഡുണ്ടല്ലോടാ. അവിടെ ഗെയിം ലോങ് ആവൂലെന്ന് വിചാരിച്ചു. പക്ഷെ അതിൻ്റെ അമ്മക്കട ചാടി കൊടുത്തന്നെ. ഈ ഗെയിം ലോങ് ആവൂലെന്ന് വിചാരിച്ചു. പക്ഷെ ലോങ് അയക്കണ ഗെയിം ഏകദേശം. ഈ റോഡ് എന്താ ഏത് നേരം ഇവിടെ റോഡ് വാഴക്ക് പിറന്നവനെ. അയ്യോ റോഡ് സോറി. നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നു? നമ്മൾ തിരിച്ച് എന്തിനു തിരിച്ച് നിൽക്കറിയില്ല. അവള് വെറുതെ തിരിച്ചെടുത്ത്. ഇത് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. എസ്കേപ്പ് ആടാ പറയുന്നത്. അല്ല നമ്മൾ ആ നോസ് എന്തിനാണ്? ആ നോസ് മുട്ട വരണ്ട. നോസ് എന്തിനാ നമ്മൾ ഇതാക്കി? നമുക്ക് ഇനി മൈക്കിൻ്റെ അടുത്ത് പോയാൽ മതിയാ. നമ്മൾ എന്തോ ലിവർ വിളിച്ച് അതിനാണ് ഇനി മൈക്ക് വിളിച്ചത്. നമുക്ക് ഇനി മൈക്കാൻ വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യേണ്ടി നമ്മൾ ശരിക്കും? അവിടെ എന്തെങ്കിലും ഇതായിട്ടുണ്ടോ? വാടാ ഇവിടുത്തെ ഇത് പോയിട്ടുണ്ടോ? വരങ്ങില്ലേ? ഇവിടുത്തെ സാധനം പോയിട്ടുണ്ടാവും. നമുക്ക് ഇതിട്ടാ ഇതിട്ടി ഗ്രീൻ വാൾ. ആ റൂമിൽ എന്തോ ഉണ്ട് കൊണ്ടാ. ആ റൂമിൽ എന്തോ കണ്ടമായിട്ട് തോന്നിക്ക്. നമ്മൾ ഈ വാള് വെച്ച് ഇനി മറ്റേ വാള് കൂടി കിട്ടിയാലാണ് കൂടുതൽ തിരിക്കറ്റോ. ഒന്ന് ഒരു നമ്മളെ ഈ പെൻറ്റുഗൺ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ഷേപ്പാണ്. എന്താ കോപ്പർ വയർ കോയിൽ അടങ്ങിയതാണ്. മറ്റേ ആ മെറ്റൽ ബാറിൻ്റെ അവിടെ വെക്കണ്ടി. മിക്കവാറും ഇവിടെയാവും ഗൈസ്. ആടാ ഇതിന് ചുറ്റി വെച്ച് നമ്മൾ പെട്ടെന്നൊക്കെ പറ്റുമോ? ഇനിയടാ ഇനി വേറെ എന്തെങ്കിലും പറയല്ലേ. ഇറക്കായി അവിടാ. ഇതിൽ നിൽക്കടോ. ഡേഞ്ചറാ പൊട്ടിത്തിരിക്കതിപ്പോ. പൊട്ടി വെച്ചില്ല. പകരം പുകഞ്ഞു പോയി. അവിടെ കിട്ടിയടാ. കിട്ടി ഒക്കെ കിട്ടി. ഒക്കെ കിട്ടിയൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യേണ്ടി? സോറി അറിയാതെ പറ്റി സാറിൻ്റെ ഇതിനടുത്ത് വന്നു. പുക പോയി. അതിൻ്റെ മുഖ പോയി. ആടാ മുട്ട തറ ഇവിടെ. അതിൻ്റെ മുഖ പോയി. ഇനി ലിവർ ആത്താൻ പറ്റുമോ? മുട്ട അതിനുള്ളിൽ പോയി. മുട്ട ബട്ടൺ ഡോറല്ലോ കണ്ടു. അത്ര നമ്മൾ കണ്ടുകൊണ്ടിരിക്കടാ. അത്ര നല്ല കണ്ണട കടിച്ചപ്പോ അവിടെ ഇവനക്ക് ഭയങ്കര ബുദ്ധിയുണ്ടാ. ക്രാഫ്റ്റിംഗ് വർക്ക് ഇച്ചിരി കൊടുക്കാൻ. മൈക്ക് സുഖല്ലേ? അടിപൊളിയുടെ ഗെയിം. ഇവരെ ഗെയിംസ് നല്ല ഇഷ്ടമാണ്. ഗ്രാൻഡിനെക്കാട്ടും ഇഷ്ടമായി ഈ സ്റ്റോറി മോഡൊക്കെ. ഐസ്ക്രീം 5 ഫ്രണ്ട്സോടെ കംപ്ലീറ്റ് ആയി ഗൈസ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ 1, 2, 3, 4 നമ്മൾ കളിച്ചിട്ട് തന്നെ 5 കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നേരെ 6, 7, 8 ഇടണ്ടായി. 8
ഒറ്റക്ക് നല്ല പണിയാകുന്നുണ്ട്. അങ്ങനെയൊക്കെ പോയിരുന്നു. ഇതിന് ഗെയിം പ്ലേ വീഡിയോസ് കണ്ടിട്ട് പക്ഷേ അതിൻ്റെ ഗെയിം പ്ലേ വീഡിയോസിൻ്റെ ലെങ്ത്ത് കാണുമ്പോൾ അത് കിട്ടും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കേസ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇടാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും നമുക്ക് പറ്റും, നമ്മൾ ചെയ്യും കേസ്. അപ്പോൾ നമ്മളെ വീഡിയോ അതിൻ്റെ പേണ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അത് ഭയങ്കര കുറവാണ് കേസ്, നിങ്ങൾ കാണുന്ന ആൾക്കാർ കൂടുതലും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നമ്മളിതിൻ്റെ ബാക്കി പാർട്ടായിട്ട് നമ്മൾ വരും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.